എല്ലാ കുട്ടികൾക്കും സി ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. CTC ക്ലാസ് റൂമിൻ്റെ 10ാം ക്ലാസ്സിൻ്റെ ഗണിതശാസ്ത്രത്തിലെ രണ്ടാമത്തെ പാഠമായ വൃത്തങ്ങൾ അല്ലെങ്കിൽ സർക്കിൾ എന്ന പാഠമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പാഠത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി തുടർന്ന് ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സർക്കിൾസ് ആൻഡ് ക്വാഡ്രിലേറ്ററൽ എന്ന ഭാഗമാണ്. വൃത്തവും ചതുർഭുജവും, സർക്കിൾ ആൻഡ് ക്വാഡ്രിലേറ്ററൽ, ഈ ഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. എന്താണ് സർക്കിൾ എന്ന് നിങ്ങൾക്കറിയാം. ക്വാഡ്രിലേറ്ററൽ അല്ലെങ്കിൽ ചതുർഭുജം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിനെയാണ് നമ്മൾ ചതുർഭുജം എന്ന് പറയുന്നത്? ചതുർഭുജം എന്ന് പറഞ്ഞാൽ 4 വശങ്ങളോട് കൂടിയ രൂപത്തിനെയാണ് ചതുർഭുജം എന്ന് പറയുന്നത്. ക്വാഡ്രിലേറ്ററൽ എന്ന് പറയും 4 വശങ്ങളോട് കൂടിയ ജാമതീയ രൂപത്തിനെ, ജോമെട്രിക് ഷേപ്പിനെയാണ് നമ്മൾ ക്വാഡ്രിലേറ്ററൽ എന്ന് പറയും. 4 സൈഡുകൾ അതിനുണ്ടാവണം. അതുകൊണ്ട് തന്നെ 4 വെർട്ടെക്സുകൾ അതിനുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് 4 ആംഗിൾസുകൾ അല്ലെങ്കിൽ കോണുകളുമുണ്ട്. അപ്പം 4 കോണുകളോട് കൂടിയ, 4 വശങ്ങളോട് കൂടിയ, 4 മൂലകളോട് കൂടിയ ഒരു ജാമതീയ രൂപമാണ് ക്വാഡ്രിലേറ്ററൽ അല്ലെങ്കിൽ ചതുർഭുജം എന്ന് പറയുന്നത്. ഇതും നമ്മുടെ വൃത്തം, നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന വൃത്തവുമായി എന്ത് ബന്ധമാണ് ഉള്ളത് എന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. എല്ലാവർക്കും റെഡിയല്ലേ? അപ്പോൾ നോക്കൂ, എന്താണ്, നിങ്ങളുടെ മുന്നിൽ ഒരു ചിത്രം ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ചിത്രത്തിൽ നിങ്ങൾക്ക് ഒരു വൃത്തവും ആ വൃത്തത്തിലെ 4 ബിന്ദുക്കളെ യോജിപ്പിച്ചുകൊണ്ട് ഒരു ചതുർഭുജവും അല്ലെങ്കിൽ ക്വാഡ്രിലേറ്ററൽ നമുക്ക് കാണാൻ കഴിയും. അതിനെ ABCD എന്ന പേര് കൊടുത്തിട്ടുണ്ട് അല്ലേ? ABCD എന്ന അതിന് ഓരോ മൂലകൾക്ക്, ഓരോ വെർട്ടെക്സിനും നമ്മൾ പേര് കൊടുത്തിട്ടുണ്ട്, അല്ലെ മൂലയ്ക്കും നമ്മൾ പേര് കൊടുത്തിട്ടുണ്ട്, ശീർഷങ്ങൾ അല്ലേ? മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ചതുർഭുജമാണ്. ഈ ചതുർഭുജത്തിൻ്റെയും വൃത്തത്തിൻ്റെയുമായ ചില ബന്ധങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ അല്ലേ? ഇവിടെ നിങ്ങൾക്ക് എയും സിയും 2 പോയിന്റുകൾ കാണാൻ കഴിയും അല്ലേ? എയും സിയുടെയും പ്രത്യേകത എന്താണ്? എയും സിയും എതിർ കോണുകളാണ് അല്ലെങ്കിൽ എതിർ ശീർഷങ്ങളാണ് എന്ന് പറയും. മനസ്സിലായല്ലോ? അതുപോലെ ബിയും ഡിയും എന്ന് പറയുന്നതും എതിർ ശീർഷങ്ങളാണ്. A, B, C, D എന്നീ ബിന്ദുക്കൾ വൃത്തത്തിലെ ബിന്ദുക്കളാണ്. ഈ വൃത്തത്തിലെ 4 ബിന്ദുക്കളെ യോജിപ്പിച്ചിട്ടാണ് നമ്മൾ ചതുർഭുജം ഇവിടെ വരച്ചിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഇത്രയും കാര്യങ്ങൾ? നമുക്ക് ഇനി പഠിക്കാനുള്ളത്, ഒരു ചതുർഭുജത്തിൻ്റെ മൂലകളെല്ലാം ഒരു വൃത്തത്തിലാണെങ്കിൽ അതിൻ്റെ എതിർ കോണുകൾ അനുപൂരകമാണ് എന്ന് തെളിയിക്കുകയാണ്. ഒരു ചതുർഭുജത്തിൻ്റെ മൂലകളെല്ലാം ഒരു വൃത്തത്തിലെ ബിന്ദുക്കളാണെങ്കിൽ അതിൻ്റെ എതിർ കോണുകൾ അനുപൂരകം അല്ലെങ്കിൽ സപ്ലിമെൻ്ററി ആണ് എന്ന് നമ്മൾ പറയണം. എന്താണ് അതിൻ്റെ അർത്ഥം? അതായത് എതിർ കോണുകളുടെ തുക 180 ആണ് എന്ന് നമുക്ക് പറയണം, നമുക്ക് തെളിയിക്കണം. അപ്പോൾ ഇഫ് ഓൾ 4 vertices of a quadrilateral are on a circle, then its opposite angles are supplementary എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മളിവിടെ ചെയ്തിരിക്കുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിക്കൂ. എന്താണ് ഇവിടെ ചെയ്തിരിക്കുന്നത്? എയും സിയും തമ്മിൽ നമ്മൾ ജോയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. ആരെയൊക്കെ തമ്മിലാണ്? എയും സിയും തമ്മിൽ നമുക്ക് ജോയിൻറ്റ് ചെയ്തു. ശരിയല്ലേ? എന്താണ് എയും സിയുടെയും പ്രത്യേകത എന്ന് പറഞ്ഞു? എതിർ ശീർഷങ്ങളാണ്. ഈ എതിർ ശീർഷങ്ങളെ ജോയിൻ ചെയ്തുകൊണ്ട്, യോജിപ്പിച്ചുകൊണ്ട് നമ്മൾ ഒരു വര വരച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് AC എന്നുള്ള ഒരു വര ലഭിച്ചു അല്ലേ? ഒരു ലൈൻ കിട്ടി നമുക്ക്. ഈ ACയെ നമുക്ക് ഒരു കോഡ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഒരു ചാപം എന്ന് വിളിക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? AC എന്താണ് നമ്മൾ വിളിക്കുന്നത്? വൃത്തത്തിലെ ഒരു ചാപം എന്ന് വിളിക്കും. അപ്പോൾ ഈ AC ആ വൃത്തത്തിനെ 2 ഭാഗങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് ചിത്രത്തിൽ കാണുമ്പോൾ ഒന്ന് മനസ്സിലാവാം. AC 2 ഭാഗങ്ങളാക്കി അതിനെ മാറ്റിയിരിക്കുന്നു. ശരിയല്ലേ? ഏതൊക്കെ ഭാഗമാണ്? ADC എന്ന് പറയുന്ന മുകളിലുള്ള ഭാഗവും അതുപോലെ ABC എന്ന് പറയുന്ന താഴെയുള്ളൊരു ഭാഗമായി വൃത്തത്തിനെ 2 ഭാഗങ്ങളായിട്ട് ഖണ്ഡിച്ചിരിക്കുകയാണ്. ഇപ്പോൾ 2 ഭാഗങ്ങളുണ്ട്. അതിൽ ADCയിലെ DA യോജിപ്പിച്ചുകൊണ്ട് AC എന്ന ചാപം, AC എന്ന കോഡിൻ്റെ അഗ്രബിന്ദുക്കൾ എയും സിയും ഡി എന്ന ബിന്ദുമായി യോജിപ്പിച്ച് ഒരു കോൺ വരച്ചിരിക്കുന്നു. അതിനെ ആംഗിൾ ഡി എന്ന് നമുക്ക് വിളിക്കാം. അതുപോലെ തന്നെ ABC എന്ന ഭാഗത്തിലെ ബി എന്ന ബിന്ദുവുമായി യോജിപ്പിച്ചുകൊണ്ട് AC എന്ന കോഡിൻ്റെ തന്നെ
അഗ്രബിന്ദുക്കൾ എൻഡ് പോയിൻറ്റ്സുകൾ ചേർത്തൊരു വരയാണ് നമ്മൾ അവിടെ ഒരു കോണാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ പേര് ആംഗിൾ ബി എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ പഠിച്ചതനുസരിച്ച് ഇതുവരെ നിങ്ങൾ പഠിച്ചതനുസരിച്ചുകൊണ്ട് നമുക്ക് 2 സെഗ്മെൻറ്റുകളാണ് ഇതിനെ നമുക്ക് മാറ്റിയപ്പോൾ അതിലെ ഓപ്പോസിറ്റ് സെഗ്മെൻറ്റുകളിൽ ഉണ്ടായിരിക്കുന്ന കോണുകളുടെ സം എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്? അവ 180 ആയിരിക്കുമെന്ന് പഠിച്ചിട്ടുണ്ട്. ശരിയല്ലേ? അപ്പോൾ എ ഡി സി എന്ന് പറയുന്നത് നമുക്കിവിടെ പറയാം എ ഡി സിയിലെ ഡി എന്ന് പറയുന്ന ഈ കോണും അതുപോലെ എ ബി സിയിലെ ബി എന്ന് പറയുന്ന കോണും ഈ രണ്ടും കൂടെ ചേർത്താൽ ആംഗിൾ ഡി പ്ലസ് ആംഗിൾ ബി ഈസിക്കൽ ടു 180 ഡിഗ്രി എന്ന് നമുക്ക് ലഭിക്കും. ശരിയല്ലേ? മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ എന്താ പറഞ്ഞേ? എയും സിയും യോജിപ്പിച്ച് നമ്മളൊരു ഡയഗണലാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഈ ക്വാഡ്രിലേറ്ററിൻ്റെ വികരണമാണ് വരച്ചിരിക്കുന്നത്. ആ വികരണങ്ങൾ രണ്ട് ത്രികോണങ്ങളെ ഇവിടെ നമുക്ക് നൽകുന്നുണ്ട്. ശരിയല്ലേ? 2 സെഗ്മെൻറ്റുകളിൽ 2 ത്രികോണങ്ങളെ നമുക്ക് നൽകുന്നു. അതിലെ ഡി എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും ആൾട്ടർനേറ്റ് സെഗ്മെൻറ്റുകളിലെ കോണുകളാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു കോഡ് അതിൻ്റെ ആൾട്ടർനേറ്റ് സെഗ്മെൻറ്റിൽ ഉണ്ടാക്കുന്ന കോണുകളുടെ പ്രത്യേകത മുൻ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. അവ 180 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ട് ആംഗിൾ ഡി പ്ലസ് ആംഗിൾ ബി എന്ന് പറയുന്നത് എത്രയാണെന്ന് നമുക്ക് പറയാം? 180 ഡിഗ്രിയാണെന്ന് പറയാം. ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ ഇങ്ങനെയൊരു വര വരച്ച് നോക്കിയേ. അപ്പോൾ നമുക്ക് ഇവിടെ ആംഗിൾ എയും ആംഗിൾ സിയും കാണാൻ സാധിക്കും അല്ലേ? ഇതേപോലെ തന്നെ നമുക്ക് ആംഗിൾ എ പ്ലസ് ആംഗിൾ സി സമം 180 ഡിഗ്രി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ശരിയല്ലേ? അപ്പോൾ നോക്കൂ, അപ്പോൾ ആംഗിൾ എ എന്ന് പറയുന്നതും ആംഗിൾ സിയുടെയും സമ്മ് എന്ന് പറയുന്നത്, കാരണം അതറിയാം ഓപ്പോസിറ്റ് സെഗ്മെൻറ്റിൽ ഉണ്ടാക്കുന്ന കോണുകളാണ്. അപ്പോൾ ഓപ്പോസിറ്റ് സെഗ്മെൻറ്റിൽ ഉണ്ടാക്കുന്ന കോണുകൾ ഒരു കോഡ് അതിൻ്റെ എതിർ ഭാഗങ്ങളിൽ സെഗ്മെൻറ്റുകളിൽ വൃത്താംശങ്ങളിൽ ഉണ്ടാക്കുന്ന കോണെന്ന് പറയുന്നത് അവയുടെ തുകയെന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കുമെന്ന് മുൻ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. അതനുസരിച്ച് ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈസിക്കൽ ടു എന്ത് പറയാം? നമുക്ക് 180 എന്ന് നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട എ ബി സി ഡി എന്ന് പറയുന്ന ഈ ചതുർഭുജത്തിലെ എതിർകോണുകളായിട്ടുള്ള ആംഗിൾ ഡിയും അതുപോലെ ആംഗിൾ ബിയും നമ്മൾ പരിഗണിച്ചാൽ ഇവയുടെ സമ്മെന്ന് പറയുന്നത്, ഇവയുടെ തുകയെന്ന് പറയുന്നത് 180 ആയിരിക്കുമെന്ന് നമുക്ക് പറയാം. ശരിയല്ലേ? അതുപോലെ തന്നെ ആംഗിൾ എ എന്നും ആംഗിൾ ബി എന്നും പറയുന്നവ ആ 2 ആംഗിളുകളുടെയും സമ്മം 180 ഡിഗ്രി ആയിരിക്കും. അതായത് ചതുർഭുജം എ ബി സിയുടെ 4 ശീർഷങ്ങളും ഒരു വൃത്തത്തിലാണെങ്കിൽ, ഒരു ചതുർഭുജത്തിൻ്റെ 4 ശീർഷങ്ങളും 4 വെർട്ടീസസുകളും ഒരു വൃത്തത്തിലാണെങ്കിൽ അത് ഉണ്ടാക്കുന്ന എതിർകോണുകൾ, അവയുടെ എതിർകോണുകൾ അല്ലേ എന്താണെന്ന് പറയാം? 180 വീതമാണ്, അല്ലെങ്കിൽ സപ്ലിമെൻ്ററി ആണെന്ന് നമുക്ക് സമർത്ഥിക്കാൻ സാധിക്കും. ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഉപയോഗിച്ച് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമ്മൾ പറയുന്നു, ഒരു ചതുർഭുജത്തിൻ്റെ മൂലകളെല്ലാം ഒരു വൃത്തത്തിലാണെങ്കിൽ, എളുപ്പം ഓർത്തിരിക്കേണ്ട കാര്യമാണ്, പലതും നമുക്ക് തെളിയിക്കാൻ ഈ കാര്യം നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒരു ചതുർഭുജത്തിൻ്റെ മൂലകളെല്ലാം വൃത്തത്തിലാണെങ്കിൽ അതിൻ്റെ എതിർകോണുകൾ അനുപൂരകങ്ങളായിരിക്കും, അല്ലെങ്കിൽ സപ്ലിമെൻ്ററി ആയിരിക്കും എന്ന് പറയും. എന്താണ് സപ്ലിമെൻ്ററി എന്നും അനുപൂരകങ്ങളെന്നും പറഞ്ഞാൽ മനസ്സിലായല്ലോ? 180 ഡിഗ്രി ആണെന്നാണ് അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം. ക്ലിയർ ആയി കാണുമല്ലോ? എഴുതി കഴിഞ്ഞോ എല്ലാവരും? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മറ്റൊരു കാര്യമാണ്. പരീക്ഷയ്ക്ക് ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ സാധാരണയായിട്ട് വരാറുണ്ട്. 2 മാർക്കിൻ്റെ 3 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഇത്തരം ഭാഗങ്ങളിൽ നിങ്ങൾക്ക് വരാൻ സാധിക്കും. ഇവിടെ എ ബി സി ഡി എന്ന് പറയുന്ന ഒരു ചതുർഭുജം ഞാൻ വരച്ചിട്ടുണ്ട്. എ ബി സി ഡി എന്ന് പറയുന്ന ചതുർഭുജമാണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നത് അല്ലേ? ആദ്യത്തെ ചിത്രത്തിനകത്ത് എ ബി സി ഡിയിലെ ഡി എന്ന് പറയുന്ന ശീർഷം വൃത്തത്തിന് പുറത്തുള്ള ഒരു ബിന്ദുവുമായിട്ട് യോജിപ്പിച്ചിട്ടാണ് വരച്ചിരിക്കുന്നത്. അടുത്ത രണ്ടാമത്തെ ചിത്രം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ, രണ്ടാമത്തെ ചിത്രത്തിൽ എന്താണ് പ്രത്യേകത? അതിലെ ഡി എന്ന് പറയുന്നത് വൃത്തത്തിൻ്റെ ഉള്ളിലുള്ള ഒരു ബിന്ദുവാണ്. 4ാമത്തെ ശീർഷം എന്ന് പറഞ്ഞാൽ 4th വെർട്ടെക്സ് എന്ന് പറയുന്നത് വൃത്തത്തിൻ്റെ ഉള്ളിലുള്ള ഒരു ബിന്ദുവുമായി യോജിപ്പിച്ചിരിക്കുന്നു. അതർ 3 വെർട്ടെക്സ്, മറ്റ് 3 ശീർഷങ്ങളും വൃത്തത്തിലെ തന്നെ ബിന്ദുക്കളാണ്. ക്ലിയർ ആയല്ലോ പറഞ്ഞത് അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം, എയും ബിയും സിയും വൃത്തത്തിലെ തന്നെ ബിന്ദുക്കളാണ്. പക്ഷേ ഡി വൃത്തത്തിന് പുറത്തു പോയി ആദ്യത്തെ ചിത്രത്തിൽ. രണ്ടാമത്തെ ചിത്രം എടുത്ത് നോക്കിയപ്പോഴോ അവിടെ ഡി അകത്ത് വന്നു, വൃത്തത്തിനകത്ത് വന്നു.
ഇല്ലേ? ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പോഴുണ്ടായ നാലാമത്തെ ശീർഷത്തിൻ്റെ അവസ്ഥ എന്താണെന്നാണ് നമ്മൾ പറയുന്നത്. നമുക്കറിയാമായിരുന്നു ഇത് വൃത്തത്തിലായിരുന്നുവെങ്കിൽ, ഡി വൃത്തത്തിലായിരുന്നുവെങ്കിൽ ഡിയും ബിയും കൂടെ കൂട്ടിയാൽ 150 കിട്ടും. നോ ഡൗട്ട്, നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ശരിയല്ലേ? അപ്പോൾ ഡിയും എയും സിയും അതുപോലെ കൂട്ടിയാൽ 150 കിട്ടണമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ എന്താ പറയുന്നത്? നാലാമത്തെ ശീർഷം എന്ന് പറയുന്നത്, നാലാമത്തെ വെർട്ടെക്സ് എന്ന് പറയുന്നത് വൃത്തത്തിൻ്റെ പുറത്തും ഒന്ന് വൃത്തത്തിൻ്റെ അകത്തുമായിട്ട് മാറിയാൽ എന്താണ് അവയുടെ പ്രത്യേകത? ഇതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചത് എന്താണ്? 4 ശീർഷങ്ങളും വൃത്തത്തിലാണെങ്കിൽ, 4 ശീർഷങ്ങളും വൃത്തത്തിലാണെങ്കിൽ ആരുടെ? ഒരു ക്വാഡ്രിലേറ്ററിൻ്റെ അതിൻ്റെ എതിർമൂലകളുടെ തുകയെന്ന് പറയുന്നത് എത്രയായിരിക്കും? എതിർ കോണുകളുടെ തുകയെന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും അല്ലേ? സപ്ലിമെൻ്ററി ആയിരിക്കും അല്ലെ? അനുപൂരകമായിരിക്കും. അപ്പോൾ ഇനി ഇവിടെ വന്നിരിക്കുന്നത് 3 ശീർഷത്തിലൂടെ ഒരു കടന്നു പോകുന്ന ഒരു വൃത്തമാണ് വരച്ചിരിക്കുന്നത്. ഒരു ക്വാഡ്രിലേറ്ററിൻ്റെ 3 ശീർഷത്തിലൂടെയും കടന്നു പോകുന്ന വൃത്തം വരച്ചാൽ നാലാമത്തെ ശീർഷം വൃത്തത്തിന് പുറത്താണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ എതിർ കോണുകളുടെ പ്രത്യേകത? അല്ലെങ്കിൽ ഡിയുടെയും ബിയുടെയും പ്രത്യേകത എന്തായിരിക്കും? അതുപോലെ 3 ശീർഷത്തിൽ ഒരു ചതുർഭുജത്തിൻ്റെ 3 ശീർഷങ്ങളിലൂടെയും ഒരു വൃത്തം കടന്നു പോകുന്നു. ക്ലിയർ ആയല്ലോ പറഞ്ഞേ? പക്ഷേ അവയുടെ നാലാമത്തെ ശീർഷം എന്ന് പറയുന്നത്, നാലാമത്തെ വെർട്ടെക്സ് എന്ന് പറയുന്നത് വൃത്തത്തിനകത്താണെങ്കിൽ ആ വൃത്തത്തിനകത്തുള്ള ആ കോണും അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റായുള്ള കോണും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കും എന്നാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്കതൊന്ന് നോക്കാം. ഇവിടെ ഞാനൊരു ചിത്രം വരച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കും. ഈ ചിത്രം നിങ്ങളുടെ ബുക്കിലേക്ക് നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം, ഈ ക്ലാസ് കഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാനിത് പഠിപ്പിച്ചതിന് ശേഷം നിങ്ങൾ പകർത്തി വരയ്ക്കണം. അതിനുള്ള സമയം ഞാൻ നിങ്ങൾക്ക് നൽകാം. ഇപ്പോൾ എല്ലാവരും ഈ സ്ക്രീനിലേക്ക് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ എന്താണ് നിങ്ങൾ കാണുന്നത്? നിങ്ങൾക്ക് ഞാനൊരു ചെറിയൊരു കാര്യം ചെയ്തു. എന്താ ചെയ്തത്? അതായത് ഇ എന്ന ബിന്ദുവിലേക്ക് അല്ലേ, ഇയിലേക്ക് ഞാനൊരു വര വരച്ചു. എന്താണ് ഇ എന്ന് പറഞ്ഞാൽ? വൃത്തത്തിലൂടെ കടന്നു പോകുന്നതാണ് അല്ലേ? ഈ സി ഡി എന്ന് പറയുന്ന ഈ വര വൃത്തത്തെ എന്ത് ചെയ്യുന്നു? ഛേദിക്കുന്ന ഒരു ബിന്ദുവിലേക്ക് ആണ് നമ്മൾ ഇ എന്ന് പറയുന്നത്. അവിടേക്ക് ഞാൻ എന്ത് ചെയ്തു? ഒരു വര വരച്ചു. അപ്പോൾ എ ഇ വരച്ചു. ഞാൻ എന്ത് ചെയ്യുന്നു? ജോയിൻ എ ഇ ഞാൻ ജോയിൻ ചെയ്തു, അല്ലെങ്കിൽ യോജിപ്പിക്കുന്നു എന്ന് പറയാം. ആരെ യോജിപ്പിക്കുക എന്ന് പറയുന്നത്? എ ഇ യോജിപ്പിക്കുന്നു. മനസ്സിലായല്ലോ? ഇപ്പോൾ നമുക്ക് എ ബി സി ഇ എന്ന് പറയുന്ന എ ബി കണ്ടുപോകുന്നുണ്ടല്ലോ. ആരാണ് എ എന്ന് പറയുന്നത്? എ എന്ന് പറയുന്നത് കണ്ട എ ബി സി ഇ എന്ന് പറയുന്ന ഒരു ചതുർഭുജം നമുക്ക് കിട്ടി. ശരിയല്ലേ? ഒരു ചതുർഭുജം നമുക്ക് കിട്ടിയിരിക്കുന്നു. എ ബി സി ഇ എന്ന് പറയുന്ന ഒരു ചതുർഭുജം ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ കാണാൻ നിങ്ങൾക്ക് സാധിക്കും. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? അപ്പോൾ നമുക്ക് ഡി അങ്ങോട്ട് ഉപേക്ഷിച്ചങ്ങോട്ട് മാറ്റി നിർത്ത്. എന്നിട്ട് ഇതിലേക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക? നിങ്ങൾക്കറിയാം, ഇവിടുത്തെ ഈ കോണിനെ ഇനി ഇ എന്ന് വിളിക്കാൻ പറ്റില്ല. ഈ കോണിനെ നമ്മൾക്ക് വിളിക്കാൻ പറ്റുന്നത് ആംഗിൾ എ ഇ സി എന്നാണ്. അങ്ങനെയാണ് ആംഗിളിനെ വിളിക്കുന്നത്. ശരിയല്ലേ? ഈ കോണിനെ വിളിക്കുന്നത് കാരണം എന്താ? ഇവിടെ 2 കോണുകൾ വന്നിട്ടുണ്ട്. 2 ആംഗിൾ വന്നതുകൊണ്ട് നമുക്ക് പൊതുവായിട്ട് ആ പേര് നമുക്കോട് പറയാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ആ ആംഗിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആംഗിൾ. എന്തായിട്ട് വിളിക്കും? ആംഗിൾ എ ഇ സി എന്ന് വിളിക്കും. ക്ലിയർ ആയല്ലോ? ആംഗിൾ എ ഇ സി എന്തുകൊണ്ടാണ് വിളിക്കുന്നത് നിങ്ങൾക്ക് പറയാമല്ലോ. അതിനപ്പുറത്തൊരു കോണുണ്ട് അല്ലേ? അതിനെന്ത് വിളിക്കും നമ്മൾ? ആംഗിൾ എ ഇ ഡി എന്ന് വിളിക്കും. അതാണ് രണ്ടാമത്തെ ആംഗിൾ, അതായത് ഈ ആംഗിൾ. ഇത് രണ്ടും എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നമ്മുടെ ഈ ആംഗിൾ നോക്കൂ. നമ്മൾ പറഞ്ഞ ആദ്യത്തെ ആംഗിൾ എന്ന് പറയുന്നത് ആരാണ്? എ ഇ സി എന്ന് പറയുന്ന ഈ ആംഗിളും അതുപോലെ ആംഗിൾ ബിയും തമ്മിൽ എന്തായിരിക്കും ബന്ധം? ആംഗിൾ എ ഇ സിയും ആംഗിൾ ബിയും തമ്മിൽ എന്തായിരിക്കും ബന്ധം? ഇപ്പോഴേ ഉത്തരം നിങ്ങളുടെ മനസ്സിൽ വന്ന് കാണും. അവർ അനുപൂരകമാണ്. നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. അതെന്താണ്? സപ്ലിമെൻ്ററി ആണ്. അത് 150 ആംഗിൾ ബിയും ആംഗിൾ എ ഇ സിയും കൂടെ കൂട്ടിയാൽ 150 കിട്ടും എന്ന് നിങ്ങൾക്കിപ്പോൾ അറിയാം. നേരത്തെ നമ്മൾ പഠിച്ചതല്ലേ? അതല്ലേ നമ്മൾ പഠിച്ചത്? ശരിയല്ലേ? അപ്പോൾ നമുക്ക് ആംഗിൾ എയും ആംഗിൾ എ ഇ സിയും ആംഗിൾ ബിയും കൂടെ തുക. അതായത് എന്താ കാരണം? അത് കാരണം എന്ന് പറഞ്ഞത് നമുക്ക് ഇൻ ട്രയാങ്കിൾ നമ്മളൊരു പരിഗണിക്കുക, അല്ല ട്രയാങ്കിൾ അല്ല, ഒരു ക്വാഡ്രിലേറ്റർ നമ്മൾ പരിഗണിച്ചു. ക്വാഡ്രിലേറ്റർ എ ബി സി ഇ നമ്മൾ പരിഗണിച്ചാൽ എ ബി സി ഇ ആണ്, ഓർക്കണം. എ ബി സി എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അതിലെ എല്ലാ ശീർഷങ്ങളും, അതായത് എയും ബിയും സിയും ഇയും വൃത്തത്തിലെ തന്നെ ബിന്ദുക്കളാണ്.
അങ്ങനെ ഒരു വൃത്തത്തിലെ 4 ബിന്ദുക്കളെ യോജിപ്പിച്ചൊരു ചതുർഭുജം നമ്മൾ വരച്ചാൽ, ഒരു വൃത്തത്തിലെ 4 ബിന്ദുക്കളെ യോജിപ്പിച്ച് ഒരു ചതുർഭുജം നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ആ ചതുർഭുജത്തിൻ്റെ പ്രത്യേകത എന്താണെന്നാണ് നമ്മൾ പഠിച്ചു. അവയുടെ ഓപ്പോസിറ്റ് ആംഗിളുകൾ അല്ലേ എങ്ങനെയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും, അല്ലെ സപ്ലിമെൻ്ററി ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചു. അതനുസരിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ചതുർഭുജം ABC നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ അല്ലേ, ആംഗിൾ Bയോടൊപ്പം ആംഗിൾ AEC കൂടി കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 180 കിട്ടും എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ. ഇനി നമ്മൾ മറ്റൊരു കാര്യം നോക്കുകയാണ്. ആംഗിൾ AEC എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? നിങ്ങൾ അതറിയണമെങ്കിൽ നമ്മൾ ആദ്യം പഠിപ്പിച്ചതാണ്, ആദ്യത്തെ സെക്ഷനിൽ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം. ഇതൊരു ത്രികോണമാണ്, ABC എന്ന് പറയുന്ന ത്രികോണമാണ്. ഓക്കെ, ആംഗിൾ ABC എന്ന് പറയുന്ന ത്രികോണമാണ്. അപ്പോൾ ഈ ആംഗിൾ ABC എന്ന് പറയുന്ന ത്രികോണത്തിൻ്റെ അതിൻ്റെ ഡീറ്റെയിൽഡേക്ക് ഞാൻ പോകുന്നില്ല, അത് സമയം നമുക്കവിടെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് അപ്പോൾ ഇവിടെ ഇത് P എന്ന് പറയുന്നൊരു ബിന്ദു വന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ബിന്ദു ഉണ്ടായി, PCB എന്ന് പറയുന്നൊരു ആംഗിൾ ഉണ്ടായി. ബിന്ദു അല്ല, ഒരു ആംഗിൾ ഉണ്ടായി ഇല്ലേ, ഇവിടെ ഒരു ആംഗിൾ ഉണ്ടായി. കാണാൻ പറ്റില്ല എല്ലാവർക്കും. ഇവിടെ ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്തു. ഈ പുറത്തുള്ള ഇതിനെ നമ്മൾ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയണം. അതായത് AC നമ്മൾ നീട്ടി വരച്ചു, അപ്പോൾ നമുക്കതിൻ്റെ ഒരു എക്സ്റ്റീരിയർ ആംഗിൾ ഉണ്ടായി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ദൂരെയുള്ള ആന്തരവിദൂര കോണുകൾ എന്ന് നമ്മൾ പറയും. അകത്തുള്ള അതിൻ്റെ ദൂരെയുള്ള കോണുകൾ, അതായത് ആംഗിൾ എയും ആംഗിൾ ബിയുടെയും ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? അതായത് ആംഗിൾ എയും ആംഗിൾ ബിയുടെയും കൂടെ സം എന്ന് പറയുന്നതായിരിക്കും ആംഗിൾ PCB എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഓർത്തിരിക്കുക. അതായത് ഇത് x ആണെങ്കിൽ ഇത് 180 മൈനസ് എക്സ് ആയിരിക്കും. ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ ഇത് മൂന്നും കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടണം? 180 മൈനസ് എക്സ് 180 മൈനസ് എക്സും ആംഗിൾ ബിയും ആംഗിൾ എയും കൂടെ കൂട്ടിയാൽ നമുക്ക് 180, അതായത് ഒരു ത്രികോണത്തിൻ്റെ 3 കോണുകളുടെ കൂട്ടിയാൽ 180 കിട്ടണം. അത് നമ്മൾ പ്രൂവ് ചെയ്ത് നേരത്തെ പഠിച്ചിട്ടുണ്ട്, മുന്നറിവാണ് നമുക്കത്. അപ്പോൾ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഈ അറിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമേ ഇനി പറയാൻ പോകുന്ന കാര്യം മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ അറിയാൻ വയ്യാത്ത ചില കുട്ടികളുണ്ടാവും, അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് പറഞ്ഞത്. എന്താണ് ഇവിടെ ഞാൻ പറഞ്ഞത്? ആംഗിൾ AEC എന്ന് പറയുന്നത് ഈ ആംഗിളാണ് അല്ലേ. ആംഗിൾ AEC എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ത്രികോണമുണ്ട്, ഈ ത്രികോണമുണ്ട് അല്ലേ. ഈ ത്രികോണത്തിൻ്റെ ഈ ആംഗിളും കൂടെ കൂട്ടുന്നതിൻ്റെ തുകയ്ക്ക് തുല്യമായിരിക്കും എന്നാണ് പറഞ്ഞത്. മനസ്സിലായ പറഞ്ഞേ? അപ്പോൾ ഈ ആംഗിളിനെ എങ്ങനെ വിളിക്കും നമ്മൾ? ആംഗിൾ A എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. ഇതിൻ്റെ പേരെന്താ നമ്മൾ വിളിക്കുന്നത്? ഇതിൻ്റെ പേര് EAD. കണ്ടോ? EAD എന്നാണ് ഇതിനെ വിളിക്കുന്നത്. കണ്ടോ? EAD. ഓക്കെ, ഇതിനെ നമുക്ക് വേറെ ഒരു കോണുമായിട്ട് വരുന്നില്ല, അതുകൊണ്ട് ആംഗിൾ D എന്ന് തന്നെ വിളിക്കാം. ആംഗിൾ D. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ ഏത് കിട്ടുമെന്നാണ് ഇപ്പോൾ സാറ് പറഞ്ഞത്? ഈ ത്രികോണത്തിൻ്റെ എക്സ്റ്റീരിയർ ആംഗിളായിട്ടുള്ള AEC കിട്ടും. കണ്ടോ? അപ്പോൾ AEC എന്ന് പറഞ്ഞാൽ ആംഗിൾ, മനസ്സിലാകാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കണം. മനസ്സിലായല്ലോ? ഒരു കൂടി പറയാണ്. AEC എന്ന് പറയുന്ന ഈ ആംഗിൾ, ചിത്രത്തിലേക്ക് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കറിയാം, AEC എന്ന് പറയുന്ന ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ അതായത് നമുക്കറിയാം CD എന്ന് പറയുന്ന വശം അല്ലേ, ED എന്ന് പറയുന്ന വശം നീട്ടി വരച്ചപ്പോൾ കിട്ടിയതാണ്, അവിടെ ഉണ്ടായ ആംഗിളാണ്. അപ്പോൾ ആ ആംഗിൾ എന്ന് പറഞ്ഞാൽ, അവിടെ ഉണ്ടാകുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ആ ത്രികോണത്തിൻ്റെ ആന്തര വിദൂര കോണുകളുടെ തുകയ്ക്ക് തുല്യമാണ്. അതായത് ഡിയുടെയും അതുപോലെ AEADയുടെയും തുകയ്ക്ക് തുല്യമായിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ അതാണ് സാറിവിടെ എഴുതിയിരിക്കുന്നത്. മനസ്സിലായി കാണുമല്ലോ? ഇത് നിങ്ങൾക്ക് ഈ സെക്ഷൻ മനസ്സിലായി കാണുമല്ലോ? ഇനി ഞാൻ വേറെ ഒരു കാര്യം കൂടി പറയാൻ പോകണം. ഇപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞു. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് ഈ 2 ആംഗിളുകളും 180 ആണെന്ന് പറഞ്ഞു. പിന്നെ ഈ ആംഗിളിൻ്റെ ഒരു പ്രത്യേകത കണ്ടുപിടിക്കാൻ പറയണം. ഈ ആംഗിൾ ഇതൊക്കെയാണ്, ഇവർ രണ്ടും കൂടെ കൂട്ടിയിരിക്കുന്ന ആംഗിളിൻ്റെ പറയൂ തുകയ്ക്ക് തുല്യമായിരിക്കും എന്ന് പറഞ്ഞു. ഓക്കെ, ക്ലിയർ ആയല്ലോ? ശ്രദ്ധിക്കൂ, ആംഗിൾ AEC എന്ന് പറയുന്നത്, ആംഗിൾ AEC എന്ന് പറയുന്ന ആ ആംഗിൾ എന്ന് പറയുന്നത് മറ്റൊരു ആംഗിളുമായി ചേർന്ന് കൂട്ടിയപ്പോഴാണ് ഇത് കിട്ടിയത്. ശരിയല്ലേ? ഇത് റിപ്പീറ്റ് ചെയ്യുന്നു. ആംഗിൾ AEC എന്ന് പറയുന്നത് ഡിയോടൊപ്പം വേറെ ഒരു ആംഗിൾ കൂടി കൂട്ടിയപ്പോഴാണ് കിട്ടിയത്. എന്താണ് അതിൻ്റെ അർത്ഥം? ഡിയോടൊപ്പം ആംഗിൾ ഡിയോടൊപ്പം മറ്റൊരു ആംഗിൾ കൂടി കൂട്ടിയപ്പോഴാണ് ആംഗിൾ AEC എന്ന് പറയുന്നത് കിട്ടിയത്, ആംഗിൾ AEC കിട്ടിയത്. എന്തായിരിക്കും അതിൻ്റെ അർത്ഥം?
നമുക്കറിയാം എ ഇ സിയും ബിയും കൂടെ കൂട്ടിയാൽ 180 കിട്ടും, ശരിയല്ലേ? അപ്പോൾ ആംഗിൾ എ ഇ ഡിയോട് കണ്ട എ ഡി ഇയോട് എന്തോ ഒരു സാധനം, ഡിയോട് എന്തോ ഒരു സാധനം കൂടെ മറ്റൊരു ആംഗിൾ കൂടി കൂട്ടിയപ്പോഴാണ് ആംഗിൾ ഡി കിട്ടിയത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും? ഇതിനോട് എന്തെങ്കിലും കൂടെ കൂട്ടുമ്പോഴാണ് ഇത് കിട്ടുന്നത്. ആംഗിൾ ഡി എന്ന് പറയുന്നത് ആംഗിൾ എ ഇ ബിക്ക് തുല്യമായിരുന്നു എങ്കിൽ, മക്കളെ ശ്രദ്ധിച്ചിരിക്കുക, ആംഗിൾ ഡി എന്ന് പറയുന്നത് ആംഗിൾ എ ഇ ബിക്ക് തുല്യമായിരുന്നു എങ്കിൽ ഇവർ രണ്ടും കൂട്ടുമ്പോൾ 150 കിട്ടിയിരുന്നെങ്കിൽ ഇവർ ഡിയും ബിയും കൂട്ടിയാലും 150 കിട്ടുമായിരുന്നു. ഓക്കെ, ആംഗിൾ എ ഇ നമ്മൾ പറഞ്ഞു മനസ്സിലായോ? ആംഗിൾ എ ഇ ബി എന്ന് പറയുന്ന എ ഇ സി എന്ന് പറയുന്ന ആംഗിൾ ഇതാണ് അല്ലേ? ഈ ആംഗിളും അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബിയും കൂടെ കൂട്ടിയപ്പോൾ 150 കിട്ടിയെന്ന് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ഡിയും ബിയും തമ്മിൽ കൂട്ടിയാലും 150 കിട്ടണമായിരുന്നു എങ്കിൽ എന്തായിരിക്കും അവരുടെ പ്രത്യേകത? ആംഗിൾ ഡിയും ആംഗിൾ എ ബിയും തുല്യമായിരുന്നിരിക്കണം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നോട്ട് ഈക്വലാണ്. എന്താ കാരണം? ഡിയുടെ കൂടെ മറ്റൊരു സംഖ്യയുടെ കൂട്ടണം എങ്കിലേ എന്താവത്തുള്ളൂ? ആംഗിൾ എ ഇ ബി ആവത്തുള്ളൂ, ഈ ആംഗിളായിട്ട് മാറത്തുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം എ ഇയേക്കാൾ കുറവാണ് ഡി എന്നാണ്, അല്ലേ? എ ഇയേക്കാൾ കുറവാണ് ഡി എന്നാണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? അതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ കൂടെ ഒരു സംഖ്യയുടെ കൂട്ടുക എന്ന് പറഞ്ഞാൽ ഡിയേക്കാൾ വലുതാണ്. ഇതിനോടൊപ്പം എന്തെങ്കിലും കൂടെ കൂട്ടിയാൽ, ഇപ്പം നോക്കൂ, 5 + 2 = 7 അല്ലേ? അപ്പോൾ 5നോട് 2 കൂട്ടിയാലേ നമുക്ക് 7 കിട്ടത്തുള്ളൂ. ഏതോ ഒരു സംഖ്യ കൂട്ടുമ്പോഴാണ് നമുക്ക് 7 കിട്ടുന്നത്. പക്ഷേ 5 × 2 7ആണ്. 5 × 2 7ആണ്. പക്ഷേ 5 എന്തല്ല? 7അല്ല. കാരണം 5നോട് 2 കൂട്ടിയാലേ പറ്റൂ. എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം 5നേക്കാൾ വലുതാണ് 7 എന്ന് പറയാം, അല്ലേ? 5നേക്കാൾ വലുതാണ് 7. അപ്പോൾ നമുക്ക് ആ ഉദാഹരണം അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇത് 5ഉം ഇത് 7ഉം ഇത് 2ഉമാണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 5നോട് 2 കൂട്ടിയാലാണ് ഈ ആംഗിൾ നമുക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ 5നേക്കാൾ വലുതാണ് ഈ ആംഗിൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ക്ലിയറായോ? സംശയമൊന്നുമില്ലല്ലോ? അപ്പോൾ ഒരു ഉദാഹരണത്തിനാണ് ഞാനിങ്ങനെ സൂചിപ്പിച്ചത്, സംഖ്യകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞാണ്. അപ്പോൾ ഡിയേക്കാൾ വലുതാണ് എ ഇ എന്ന് പറയാം, മറിച്ചു പറഞ്ഞാൽ ഇതിനേക്കാൾ ചെറുതാണെന്ന് പറയാം. ശരിയല്ലേ? അപ്പോൾ ഇതേപോലെ തന്നെ ഒരു ആംഗിൾ ആയിരുന്നുവെങ്കിൽ അവരുടെ എതിർവശവുമായി കൂട്ടിയാൽ തുല്യമായിരിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ, ഇതിനെ എങ്ങനെ കൺക്ലൂഡ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത്? ഇതിനെ നമുക്ക് എങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കുന്നത്? പറ. അതായത് 180നേക്കാൾ കുറവായിരിക്കും എന്ന് പറഞ്ഞാൽ വൃത്തത്തിന് പുറത്തായ ആ പോയിന്റ്, അല്ലേ? അതായത് ഡിയുമായി യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന തുക, ഇല്ലേ, എത്രയായിരിക്കും നമുക്ക് വന്നിരിക്കുന്നത്? രണ്ടും കൂടെ വരുമ്പോൾ എന്തായിരിക്കും വരുന്നത്? 180നേക്കാൾ കുറവായിരിക്കും. എങ്ങനെയാണെങ്കിൽ ഒരു ചതുർഭുജത്തിൻ്റെ 3 വരകളിലൂടെ 3 ശീർഷങ്ങളിലൂടെ ഒരു ചതുർഭുജത്തിൻ്റെ 3 ശീർഷങ്ങളിലൂടെ ഒരു വൃത്തം കടന്നു പോകുന്നു. ഓക്കെ, ഞാൻ പറയുന്നത് എന്നെയാണോ ശ്രദ്ധിക്കുന്നത് നിങ്ങൾ? അതേ, എന്നെ ശ്രദ്ധിക്കണേ. ഒരു ചതുർഭുജത്തിൻ്റെ ക്ലിയർ പറയൂ. ഒരു ചതുർഭുജത്തിന് എന്താ? 3 ശീർഷങ്ങളിലൂടെ ഒരു വൃത്തം കടന്നു പോയാൽ 4ാമത്തെ ശീർഷം വൃത്തത്തിന് പുറത്താണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ, അല്ലേ, ആ കോണിൻ്റെയും അതിൻ്റെ ഓപ്പോസിറ്റ് കോണിൻ്റെയും അല്ലെങ്കിൽ അതിൻ്റെ എതിർ ശീർഷങ്ങൾ ഉണ്ടാക്കുന്ന കോണിൻ്റെ തുക എന്ന് പറഞ്ഞാൽ 180നേക്കാൾ കുറവായിരിക്കും. ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു സാധനമാണിത്, ഒരു ക്വസ്റ്റ്യനാണിത്. അറിഞ്ഞിരിക്കണം നിങ്ങൾ. ഇതുപോലെ നിങ്ങൾ വേറെ സാധനം പഠിച്ചിരുന്നു, അല്ലേ? ഇതേപോലെ ഒരു സാധനം നിങ്ങൾ പഠിച്ചു, കൺഫ്യൂഷൻ ഉണ്ടാവരുത്. എന്തായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അർദ്ധവൃത്തവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ പഠിച്ചു. വ്യാസം അഗ്രബിന്ദുക്കളായി വരുന്ന, അല്ലേ, വ്യാസം അഗ്രബിന്ദുക്കളായി അല്ലെങ്കിൽ വ്യാസങ്ങളുടെ അഗ്രബിന്ദുക്കൾ വൃത്തത്തിന് പുറത്തുള്ള ഒരു ബിന്ദുവുമായി യോജിപ്പിക്കുമ്പോഴുണ്ടാകുന്ന കോണെന്ന് പറയുന്നത് 90 ഡിഗ്രിയേക്കാൾ കുറവാണെന്നും വൃത്തത്തിലൊരു ബിന്ദുവുമായി യോജിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന കോൺ 90 ഡിഗ്രിയാണെന്നും അത് വൃത്തത്തിൻ്റെ അകത്തുള്ള ഒരു ബിന്ദുവുമായി യോജിപ്പിക്കുകയാണെങ്കിൽ അത് 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണെന്നും നിങ്ങളവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു ചതുർഭുജത്തിൻ്റെ 3 ശീർഷങ്ങളിലൂടെയും കടന്നു പോകുന്ന ഒരു വൃത്തം കേട്ടോ പരിഗണിക്കുമ്പോൾ 4ാമത്തെ ശീർഷം വൃത്തത്തിന് പുറത്താണെങ്കിൽ മനസ്സിലായല്ലോ, ആ ശീർഷം ഉണ്ടാക്കുന്ന കോണും
അതിൻ്റെ ഓപ്പോസിറ്റായുള്ള ശീർഷമുണ്ടാക്കുന്ന കോണിൻ്റെയും തുക എന്ന് പറയുന്നത് 180-നേക്കാൾ കുറവായിരിക്കും. ഇനി 4 ശീർഷങ്ങളും വൃത്തത്തിലാണെങ്കിൽ അതിൻ്റെ എതിർ ശീർഷങ്ങൾ ഉണ്ടാക്കുന്ന കോണുകൾ എങ്ങനെയാണ്? 180 ഡിഗ്രി ആയിരിക്കും. ഇനി നമുക്കൊന്നുകൂടെ പഠിക്കാനുണ്ട്. എന്താണ് അത്? നമുക്കൊന്ന് നോക്കാം. ഇതെന്താണ്? വൃത്തത്തിനകത്തൊരു ബിന്ദു. നമ്മൾ രണ്ടാമത്തെ ചിത്രം നമ്മൾ കണ്ടായിരുന്നു. നമ്മൾ ഓർമ്മയുണ്ടാവും, നിങ്ങളുടെ രണ്ടാമത്തെ ചിത്രം കണ്ടത് ഇങ്ങനെ ഒരു ചിത്രമാണ് കണ്ടത് അല്ലേ? അപ്പോൾ ഈ ബിന്ദു, അതായത് ഡി എ, ഇപ്പോൾ എവിടെയാണ് നമ്മൾ കാണുന്നത്? ഡി എ വൃത്തത്തിൻ്റെ അകത്തായിട്ടാണ് കാണുന്നത്. അതിനു മുമ്പ് നിങ്ങൾക്ക് നേരത്തെ എഴുതിയിരിക്കുന്നത് ഒന്ന് എഴുതിയെടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളത് എഴുതിയെടുക്കുക. ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇത് എഴുതണ്ട. ഓക്കെ, ഇത് ഒഴിവാക്കിയിട്ട് നിങ്ങൾ എഴുതണ്ട. 2 വട്ടം വരുന്നുണ്ട്. ഇതൊന്ന് എഴുതിയെടുത്ത എല്ലാവരും. നമ്മൾ അടുത്ത രണ്ടാമത്തെ നമ്മൾ പറയാണ്, നമ്മൾ ചതുർഭുജത്തിൻ്റെ 3 ശീർഷങ്ങൾ, അതായത് ആരൊക്കെയാണ്? എ, ബി, സി. ഈ 3 ശീർഷങ്ങളിലൂടെ ഒരു വൃത്തം കടന്നുപോയി. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും അല്ലേ? അതിലെ 4ാമത്തെ ശീർഷം എ ബി സി ഡി ആണ് നമ്മൾ പരിഗണിക്കുന്നത്. എ ബി സി ഡി എന്ന് പറയുന്നതാണ്. അപ്പോൾ ഡി എന്ന് പറയുന്ന 4ാമത്തെ ശീർഷം വൃത്തത്തിനുള്ളിലാണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ആ ഡിയും ബിയും തമ്മിലുള്ള ബന്ധം? ഓക്കെ, അതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. നമ്മൾ എന്താ ചെയ്യുകയാണ്? നമ്മൾ ഈ സി ഡി എന്ന് പറയുന്നത് വൃത്തത്തിലെ ഒരു ബിന്ദുവുമായിട്ട് യോജിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്യുകയാണ്. ജോയിൻ ആരൊക്കെയായിട്ടാണ് ജോയിൻ ചെയ്യുന്നത്? ഇ സി അല്ലെങ്കിൽ സി ഇ സി എന്നല്ല നമ്മൾ പറയുന്നത്. ഇ സി ആവട്ടല്ല അല്ലേ? സി ഇയും പിന്നെ ആര്? എയും കൂടെ ജോയിൻ ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ സി ഡി എക്സ്റ്റെൻഡ് ടു എങ്ങോട്ട് വരയ്ക്കുന്നു? ഇയിലേക്ക് വരയ്ക്കുന്നു. ആൻഡ് ജോയിൻ എ ഇ എന്ന് നമുക്ക് കൃത്യമായ രീതിയിൽ പറയാം. ഓക്കെ, ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഈ പോയിന്റ് മനസ്സിലായോ? മനസ്സിലായോ മക്കളെ? നിങ്ങൾക്ക് ഫോളോ ചെയ്യുന്നുണ്ടല്ലോ? ഞാനങ്ങ് പറഞ്ഞു പോവുകയാണ്. നിങ്ങൾക്ക് ആരെങ്കിലും മനസ്സിലായില്ലെങ്കിൽ എന്നോട് ചോദിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എ ഡി സി എന്ന് പറയുന്ന ഒരു കോൺ കിട്ടി. ഇതാണ് എ ഡി സി അല്ലേ? എ ഡി സി നോക്കൂ, ഇവിടെ ഒരു ട്രയാങ്കിൾ നിങ്ങൾ കാണുന്നുണ്ട്. ഏതാണ് ഈ ട്രയാങ്കിൾ? എ ഡി സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ അല്ലേ? എ ഡി സി എന്ന് പറയുന്ന അങ്ങനെ ഒരു ട്രയാങ്കിൾ കാണാം. ആ ട്രയാങ്കിളിൻ്റെ ഒരു വശം ഇങ്ങനെ നീട്ടി വരച്ചിരിക്കുകയാണ്. ഓക്കെ, ക്ലിയർ ആയോ? അതാണ് ആരെന്ന് പറയുന്നത്? സി എന്ന് പറയുന്നത്. മക്കളെ, ആദ്യം പറഞ്ഞത് തന്നെയാണ് നമ്മളിവിടെ ആവർത്തിക്കുന്നത്. എന്താണ്? എ നമ്മൾ പറഞ്ഞാൽ നമുക്കറിയാം ഡി ഇ എന്നല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. ഡി എ ഇ എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ നിങ്ങളിവിടെ കണ്ടു കാണും. ഈ ട്രയാങ്കിളിൻ്റെ ഒരു വശമായ ഇ ഡി നീട്ടി വരച്ചപ്പോൾ ഇവിടെ ഉണ്ടായ അതിൻ്റെ എക്സ്റ്റീരിയർ ആംഗിളാണ് ആരെന്ന് പറയുന്നത്? എ ഡി സി എന്ന് പറയുന്നത്. ക്ലിയർ ആയി കാണുമല്ലോ എല്ലാവർക്കും? നേരത്തെ പറഞ്ഞ അതേപോലെ ആ ആംഗിൾ, അതായത് എ ഡി എന്ന് പറയുന്ന ഈ ആംഗിൾ ആർക്കൊക്കെ തുല്യമാണെന്ന് പറയാമോ? ആർക്കൊക്കെ തുല്യമായിരിക്കും? ഈ ആംഗിളിനും തുല്യമായിരിക്കും. നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെ അല്ലേ? അതാണ് നമ്മൾ പറയുന്നത് ആംഗിൾ ഇയുടെയും ആംഗിൾ ഇ എ ഡിയുടെയും തുകയ്ക്ക് തുല്യമായിരിക്കും ആര്? ഈ പറയുന്ന ആംഗിൾ. ശരിയല്ലേ? മറ്റൊരു പ്രത്യേകത കൂടി നമുക്കറിയാം. എ ബി സി ഇ 4 പോയിന്റുകൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു. ഏതൊക്കെയാണ്? ഒന്ന് എ, ഒന്ന് ബി, ഒന്ന് സി, ഒന്ന് ഇ. ഈ 4 ബിന്ദുക്കളെ നിങ്ങളൊന്ന് കണ്ണൊന്ന് നോക്കി അങ്ങോട്ട് അവയെ യോജിപ്പിച്ച് വരച്ചിരിക്കുന്ന ഒരു ചതുർഭുജം നിങ്ങൾക്ക് കാണാം. ആ ചതുർഭുജം വൃത്തത്തിലെ 4 ബിന്ദുക്കളല്ലേ? അങ്ങനെയാണെങ്കിൽ അവയുടെ ഓപ്പോസിറ്റായിട്ടുള്ള ആംഗിള് അല്ലേ? ആരൊക്കെ? ആംഗിൾ ഇയും ആംഗിൾ ബിയും കൂടെ കൂട്ടിയാൽ 180 കിട്ടുമെന്ന് നമുക്കറിയാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എല്ലാവർക്കും? ആംഗിൾ ബിയും ആംഗിൾ ഇയും കൂടെ കൂട്ടിയാൽ 180 കിട്ടും. ഇത് രണ്ടും കൂട്ടുമ്പോൾ 180 കിട്ടുന്നു. അതുപോലെ എ ഡി കണ്ട, എ ഡി സി എന്ന് പറയുന്നത് ആംഗിൾ ഇ എ ഡിയും ആംഗിൾ ഇയും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നതിൻ്റെ തുകയ്ക്ക് തുല്യമാണ്. ക്ലിയർ ആയല്ലോ? പറഞ്ഞേ. ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയേ. ആംഗിൾ ഇയോട് എന്ത് കൂട്ടിയതാണ്? ഇ എ ഡിയും കൂടെ കൂട്ടുമ്പോഴാണ്. കണ്ട, ഇതിനോട് ഇ എ ഡിയും കൂടെ കൂട്ടുമ്പോഴാണ് ഇത് കിട്ടുന്നത്.
മറ്റൊരു ആംഗിൾ കിട്ടുന്നത്. ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ ആംഗിളിനോട് മറ്റൊരു സംഖ്യയുടെ കൂട്ടിയപ്പോഴാണ് ഇത് കിട്ടിയെന്ന് പറഞ്ഞാൽ ആംഗിൾ എ ഡി സിയുടെ പ്രത്യേകത എന്തായിരിക്കും? എ ഇയേക്കാൾ വലുതായിരിക്കുമെന്ന് സാരം. ശരിയല്ലേ? എ ഡി സി എന്ന് പറയുന്നത് ഇയേക്കാൾ വലുതായിരിക്കണം. അതുകൊണ്ടല്ലേ ഇതിനേക്കാൾ വലുതാണ് ഈ ആംഗിൾ എന്നതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യേണ്ടത്? വേറെ ഒന്നുകൂടെ കൂട്ടേണ്ടി വന്നത്. ശരിയല്ലയോ? അല്ലേ? അപ്പോൾ 5 + 2 = 7. 5നോട് 2 കൂട്ടിയപ്പോഴാണ് 7 കിട്ടിയതെങ്കിൽ 5 എങ്ങനെയാണ്? 7നേക്കാൾ ചെറുതാണെന്ന് പറയാം, അല്ലെങ്കിൽ 5നേക്കാൾ വലുതായിരിക്കും 7 എന്ന് നമുക്ക് പറയാം. അതായത് ഇയേക്കാൾ വലുതായിരിക്കും ഈ ഇവിടെ വന്നിരിക്കുന്ന എ ഡി സി എന്ന് നമുക്ക് പറയാം. ശരിയല്ലേ? അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലായി? ഒരു വൃത്തത്തിലെ ഏതെങ്കിലും വൃത്തത്തിലെ നല്ല ഒരു ചതുർഭുജത്തിലെ ഏതെങ്കിലും 3 ശീർഷങ്ങളിലൂടെ ഒരു വൃത്തം കടന്നു പോകുമ്പോൾ അതിൻ്റെ 4ാമത്തെ ശീർഷം വൃത്തത്തിനുള്ളിലാണ് വരുന്നതെങ്കിൽ അതും അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള കോണും തമ്മിൽ കൂട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 180നേക്കാൾ കൂടുതലായിട്ട് മാറും. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ 3 കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ. എന്തൊക്കെയാണ് ഈ 3 കാര്യങ്ങളെന്നാണ് നമ്മൾ പുറകിലോട്ട് പോയെന്ന് പഠിക്കാൻ പോവുകയാണ്. എന്താണ് നമ്മളിവിടെ പറഞ്ഞ കാര്യങ്ങൾ? ഇതായത് ഇവിടെ നിന്നാണ് നമ്മൾ ചോദ്യങ്ങളിലേക്ക് പോയത്, അല്ലേ? എന്താണ് പറഞ്ഞത് നമ്മൾ കാര്യം? ഒരു ചതുർഭുജത്തിൻ്റെ 3 ശീർഷങ്ങളിലൂടെ ഒരു വൃത്തം കടന്നു പോകുമ്പോൾ 4ാമത്തെ ശീർഷം വൃത്തത്തിന് പുറത്താണെങ്കിൽ അതും അതിന് ഓപ്പോസിറ്റായിട്ടുള്ള ആംഗിളും കൂടെ കൂട്ടുമ്പോൾ 180ൽ കുറവായിരിക്കും. ആംഗിൾ ഡി പ്ലസ് ആംഗിൾ ബി എന്ന് പറയുന്നത് എന്താണ്? 180നേക്കാൾ കുറവായിരിക്കും. അതുപോലെ അടുത്തത് നമ്മൾ പറഞ്ഞത് എ ബി സി എന്ന ഒരു ചതുർഭുജത്തിൻ്റെ എ ബി സി ഡി എന്ന ചതുർഭുജത്തിൻ്റെ 3 ശീർഷങ്ങളായിട്ടുള്ള എ ബി സിയിലൂടെ ഒരു വൃത്തം കടന്നു പോവുകയും 4ാമത്തെ ശീർഷമായ ഡി വൃത്തത്തിനുള്ളിലാണ് വരുന്നതെങ്കിൽ ഡിയും ബിയും തമ്മിലുള്ള തുക എത്രയായിരിക്കും? 180നേക്കാൾ കൂടുതലായിരിക്കും. 180നേക്കാൾ കൂടുതലായിരിക്കും, ഇല്ലേ? ആരുടെയൊക്കെ? ആംഗിൾ ബി എന്ന് പറയുന്നതും ആംഗിൾ ബി എന്ന് പറയുന്നതും ആംഗിൾ ഡി എന്ന് പറയുന്നതും 180നേക്കാൾ കൂടുതലായിരിക്കും എന്ന് നമുക്ക് പറയാം. ഇത്രയും കാര്യമാണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കിയത്, അല്ലേ? മറ്റൊന്ന് നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ്? നമ്മൾ അതിന് മുമ്പ് നമ്മളൊരു കാര്യം പഠിച്ചിരുന്നല്ലോ. ഒരു വൃത്തത്തിലെ കണ്ടോ 4 ബിന്ദുക്കളിലൂടെയാണ് ഒരു വൃത്തത്തിലെ 4 ബിന്ദുക്കൾ യോജിപ്പിച്ചൊരു ചതുർഭുജം വരച്ചാൽ, അല്ലേ? അതിലെ 4 അതായത് ചതുർഭുജത്തിൻ്റെ 4 ശീർഷങ്ങളും വൃത്തത്തിലാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള കോണുകളെല്ലാം 180 വീതമായിരിക്കും എന്നാണ് നമ്മൾ പഠിച്ചത്. കണ്ടോ? ഇത് രണ്ടും 180 ആയിരിക്കും, ഇത് രണ്ടും 180 ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നല്ലപോലെ മനസ്സിലാക്കിയോ ഇത്രയും കാര്യങ്ങൾ? എളുപ്പം എഴുതിയെടുക്കൂ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഒരു ചതുർഭുജത്തിൻ്റെ 3 മൂലകളിൽ കൂടി വരയ്ക്കുന്ന വൃത്തത്തിന് പുറത്താണ് 4ാമത്തെ മൂലയെങ്കിൽ, അല്ലേ? ഒരു ചതുർഭുജത്തിൻ്റെ 3 മൂലകളിൽ കൂടി വരയ്ക്കുന്ന വൃത്തത്തിന് പുറത്താണ് 4ാമത്തെ മൂലയെങ്കിൽ ആ മൂലയിലെയും എതിർമൂലയിലെയും കോണുകളുടെ തുക 180നേക്കാൾ കുറവാണ്. അകത്താണെങ്കിൽ തുക 180നേക്കാൾ കൂടുതലായിരിക്കും. ഇഫ് one vertex of a quadrilateral is outside the circle drawn through the other 3 vertices, then the sum of the angles at this vertex and the opposite vertex is less than 180. If it is inside the circle, the sum is more than 180 degree. Okay, clear ആയല്ലോ? എഴുതിയെടുക്കണം.
അടുത്തത് കൂടി എഴുതൂ. ഒരു ചതുർഭുജത്തിൻ്റെ എതിർകോണുകൾ അനുപൂരകമാണെങ്കിൽ അതിൻ്റെ 4 മൂലകളിൽ കൂടിയും കടന്നു പോകുന്ന വൃത്തം വരയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഒരു വൃത്തം നമുക്ക് വരയ്ക്കണമെങ്കിൽ അതിൻ്റെ എതിർകോണുകൾ സപ്ലിമെൻ്ററി ആയിരിക്കും, അല്ലേ? ഇഫ് ദി ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് ക്വാഡ്രിലേറ്റർ ആർ സപ്ലിമെൻ്ററി വി ക്യാൻ ഡ്രോ എ സർക്കിൾ പാസിംഗ് ത്രൂ ഓൾ 4 ഓഫ് ഇറ്റ്സ് വെർട്ടീസസ്. അങ്ങനെയുള്ള വൃത്തങ്ങളെ, അങ്ങനെയുള്ള ചതുർഭുജങ്ങളെ നമ്മളൊരു പേര് വിളിക്കും. വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇനി ഇങ്ങനെ ഒരു ചതുർഭുജത്തിൻ്റെ 4 ശീർഷങ്ങളിലൂടെയും ഒരു വൃത്തം കടന്നു പോവുമെങ്കിൽ അത്തരത്തിലുള്ള ചതുർഭുജങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ചക്രീയ ചതുർഭുജം അല്ലെങ്കിൽ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ എന്ന് വിളിക്കും. എന്താണ് വിളിക്കുന്നത്? ചക്രീയ ചതുർഭുജം അല്ലെങ്കിൽ സൈക്ലിക് ക്വാഡ്രിലേറ്റർ. വൃത്തത്തിലെ 4 ബിന്ദുക്കളാണ് ചതുർഭുജത്തിൻ്റെ ശീർഷങ്ങളെങ്കിൽ, ഒരു വൃത്തത്തിലെ 4 ബിന്ദുക്കളാണ് ചതുർഭുജത്തിൻ്റെ ശീർഷങ്ങളെങ്കിൽ ആ ചതുർഭുജത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ചക്രീയ ചതുർഭുജം അല്ലെങ്കിൽ സൈക്ലിക് ക്വാഡ്രിലേറ്റർ. അപ്പോൾ മനസ്സിലായല്ലോ പറഞ്ഞേ? നമുക്കിങ്ങനെ സൂചിപ്പിക്കാം. ഒരു വൃത്തത്തിലെ 4 ബിന്ദുക്കളാണ് ഒരു ചതുർഭുജത്തിൻ്റെ ശീർഷങ്ങളെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചതുർഭുജത്തിൻ്റെ ശീർഷങ്ങൾ 4 വൃത്തത്തിലെ ബിന്ദുക്കളാണെങ്കിൽ ആ ചതുർഭുജത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? ചക്രീയ ചതുർഭുജം അല്ലെങ്കിൽ സൈക്ലിക് ക്വാഡ്രിലേറ്റർ. ഇതുകൂടി എഴുതിയെടുക്കുക. നോക്കൂ, അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഐസോസിലസ് ട്രപ്പീസിയത്തിനുമായിട്ടുള്ള ബന്ധം. സമപാർശ്വ ലംബകം എന്ന് പറയും ഐസോസിലസ് ട്രപ്പീസിയം. ഐസോസിലസ് ട്രപ്പീസിയത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഐസോസിലസ് ട്രപ്പീസിയത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഐസോസിലസിൻ്റെ പ്രത്യേകത? മലയാളത്തിൽ ലംബകം എന്ന് പറയും, അല്ലേ? സമപാർശ്വ ലംബകം എന്ന് പറയും. അതായത് 2 വശങ്ങൾ, ഏതെങ്കിലും 2 വശങ്ങൾ തുല്യമായിട്ടുള്ള ലംബകത്തെ, ട്രപ്പീസിയത്തെ വിളിക്കുന്ന പേരാണ് ഐസോസിലസ് ട്രപ്പീസിയം എന്ന്. അപ്പോൾ എന്താണ് ഐസോസിലസ് ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഒരു ട്രപ്പീസിയം കാണാം. ഈ ട്രപ്പീസിയത്തിൻ്റെ AD എന്ന് പറയുന്ന വശവും അതുപോലെ BC എന്ന് പറയുന്നത്, അപ്പോൾ AD എന്നതും BC എന്നതും തുല്യമാണ്. ഇത് രണ്ടും തുല്യമാണ് എന്നുള്ളത് കൊണ്ട് ഈ ട്രപ്പീസിയത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഐസോസിലസ് ട്രപ്പീസിയം. എന്താ ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ? ക്വാഡ്രിലേറ്റർ തന്നെയാണ്, അല്ലേ? ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? നമ്മൾ പഠിച്ചിട്ടുള്ള അതൊക്കെ, പിന്നെ അതിലേക്ക് കടന്ന് ഞാൻ പോകുന്നില്ല കൂടുതൽ. 4 വശങ്ങളോളം കൂടിയിട്ടുള്ളവയായിരിക്കണം. ഏതെങ്കിലും 2 വശങ്ങൾ എങ്ങനെയാണ്? പാരലായിരിക്കണം, അല്ലേ? അതിൻ്റെ ഉണ്ടാവും 2 വശങ്ങൾ പാരലായിരിക്കണം, അങ്ങനെയുള്ളവയാണ്. അതേസമയം നമ്മളൊരു ക്വാഡ്രിലേറ്റർ എടുക്കുകയാണെങ്കിൽ, ഒരു ക്വാഡ്രിലേറ്റർ എടുത്താൽ ക്വാഡ്രിലേറ്ററിൻ്റെ എതിർ വശങ്ങളെല്ലാം എന്തായിരിക്കണം? പാരലായിരിക്കണം. എല്ലാ വശങ്ങളും പാരലായിരിക്കണം. പക്ഷേ അങ്ങനെയല്ല, എതിർവശങ്ങൾ, ഓപ്പോസിറ്റ് വശങ്ങളെല്ലാം പാരലായിരിക്കണം. പക്ഷേ ഇവിടെ അങ്ങനെ എല്ലാ വശങ്ങളും അങ്ങനെയാണ് വരണമെന്നില്ല. ഏതെങ്കിലും 2 ഓപ്പോസിറ്റ് വശങ്ങൾ, ഏതെങ്കിലും 2 ഓപ്പോസിറ്റ് സൈഡ്സ് മാത്രം നമുക്ക് എന്ത് വന്നാൽ മതി? പാരലായാൽ മതി. അതായത് ഇപ്പോൾ ഞാൻ വരച്ചിരിക്കുന്ന ഈ 2 എണ്ണം, ഇപ്പോൾ ഞാൻ മായ്ച്ചു പറഞ്ഞ ഈ 2 എണ്ണം പാരലല്ല എന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. മനസ്സിലായല്ലോ? ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഏതെങ്കിലും 2 വശങ്ങൾ തുല്യമായതും, അല്ലേ? ഏതെങ്കിലും 2 വശങ്ങൾ തുല്യമായിട്ടുള്ള ഒരു ചതുർഭുജമാണ് നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റുന്നത്? ട്രപ്പീസിയം എന്ന് വിളിക്കുന്നത്, അല്ലേ? എങ്ങനെയുള്ള ട്രപ്പീസിയം? ഐസോസിലസ് ട്രപ്പീസിയം എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായി കാണുമല്ലോ. ഇവിടെ നമുക്കൊന്ന് നോക്കാം, ഇവയുടെ പ്രത്യേകത നോക്കാം. ഇതിൻ്റെ ആംഗിൾ A എന്നും ആംഗിൾ B എന്നും പറയുന്നത് തുല്യമാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ആയത്? ഐസോസിലസ് ട്രപ്പീസിയത്തിൻ്റെ പ്രത്യേകതയാണ് തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള ഈ കോണുകൾ ഈക്വൽ ആയിരിക്കും. ഇത് X ഡിഗ്രി ആണെങ്കിൽ ഇതും X ഡിഗ്രി ആയിരിക്കും. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, ചെറിയ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിക്കുന്നതാണ്. ഓക്കെ, അതുകൊണ്ടാണ് ആംഗിൾ Aയും ആംഗിൾ Bയും എന്ന് പറയുന്നത് എത്രയൊക്കെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്? നമുക്ക് തുല്യമാണെന്ന് പറയാൻ സാധിക്കുന്നത്. അതുപോലെ ആംഗിൾ Bയും ആംഗിൾ Dയും തമ്മിൽ, ആംഗിൾ Aയും ആംഗിൾ Dയും തമ്മിലൊരു ബന്ധമുണ്ട്. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും. അതുപോലെ തന്നെയാണ് ഇവിടെയും ആംഗിൾ Bയും ആംഗിൾ Cയും തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടും? 180 ഡിഗ്രി കിട്ടും. അതുപോലെ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കുകയും ചെയ്യും. ഓക്കെ, ക്ലിയർ ആയി കാണുമല്ലോ? ഇതിൻ്റെ പ്രത്യേകതയാണ്.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആംഗിൾ എയും ആംഗിൾ ഡിയും 180 ഡിഗ്രി, ഇത് രണ്ടും 180 ഡിഗ്രി. ക്ലിയർ ആയി കാണുമല്ലോ. അപ്പോൾ നമ്മളിവിടെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ഞാൻ സാറ് പറയുന്ന കാര്യങ്ങൾ പറയാണ്. ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ബി എന്ന് പറഞ്ഞു അല്ലേ. ആംഗിൾ എക്ക് പകരം ആംഗിൾ ബി എന്ന് എഴുതാം, അല്ലെങ്കിൽ ആംഗിൾ ബിക്ക് പകരം ആംഗിൾ എ എന്ന് എഴുതാം. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി നിങ്ങൾക്കറിയാവുന്ന മറ്റൊരു കാര്യമാണ്, ഈ രണ്ട് ആംഗിളും എത്രയാണ്? 180 ഡിഗ്രിയാണ്. ആംഗിൾ എയോട് ആംഗിൾ ഡി കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും. ഓക്കെ, ഇതും നമുക്കറിയാവുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എക്ക് പകരമായിട്ട് ആംഗിൾ ബി എന്ന് ഞാൻ എഴുതാൻ പോവാണ്. ആംഗിൾ എക്ക് പകരം ഞാൻ ആംഗിൾ ബി എന്ന് എഴുതുകയാണ്. എവിടെ? ദണ്ട് ഈ ഇക്വേഷനകത്ത്. അപ്പോൾ എന്ത് പറയും? ആംഗിൾ എക്ക് പകരം ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി എന്ന് എഴുതാം. അപ്പോൾ എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. നോക്കൂ, ആംഗിൾ എ എന്ന് പറയുന്നതിന് പകരമല്ലേ ആംഗിൾ ബി എന്ന് എഴുതിയത്? ശരിയല്ലേ? ആംഗിൾ ഡി അത് തന്നെ ആയിരുന്നല്ലോ. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് 180 കിട്ടും. ആരാണ് ഈ പറഞ്ഞിരിക്കുന്ന ഈ രണ്ട് ആംഗിളുകൾ എന്ന് പറഞ്ഞാൽ? നോക്കൂ, ആംഗിൾ ബി എന്ന് പറയുന്നത് ഇതാണ്. ആംഗിൾ ഡി എന്ന് പറഞ്ഞാൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളവ. അപ്പോൾ അവർ രണ്ടും കൂടെ കൂട്ടിയാൽ 180 കിട്ടുമെങ്കിൽ ഒരു സമപാർശ്വ ലംബകം അല്ലെങ്കിൽ ഐസോസിലസ് ട്രപ്പീസിയം എടുത്താൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസുകൾ കണ്ട എങ്ങനെയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതും എത്ര വീതമായിരിക്കും? ഇതിൻ്റെ സമം 180 ഡിഗ്രി ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്ററലായിരിക്കും അല്ലേ? അതൊരു സൈക്ലിക് ക്വാഡ്രിലേറ്റർ. അപ്പോൾ നമുക്ക് മനസ്സിലായി കാണുമല്ലോ, ഇത് ഒരു ഐസോസിലസ് ട്രപ്പീസിയം എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്ററലാണെന്ന് എങ്ങനെ നമുക്ക് തെളിയിക്കാൻ സാധിക്കും എന്നതാണ് പറഞ്ഞത്. ക്ലിയർ ആയി കാണുമല്ലോ. ഇത് എളുപ്പം എഴുതിയെടുത്തേ. നോക്കൂ, ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്കിത് ചെയ്ത് തീർക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എങ്കിലും നമ്മളേക്കൊരു കണക്ക് ചെയ്യാൻ പോവാണ്. നിങ്ങളുടെ പുസ്തകത്തിലെ ആദ്യത്തെ കണക്കാണ് ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ വരുന്ന അടുത്ത എക്സസൈസിലെ ആദ്യ കണക്കാണ്. കാൽക്കുലേറ്റ് ദി ആംഗിൾസ് ഓഫ് ദ ക്വാഡ്രിലേറ്റർ ഇൻ ദ പിക്ചർ ആൻഡ് ഓൾസോ ദി ആംഗിൾസ് ബിറ്റ്വീൻ ദെയർ ഡയഗണൽസ് എന്നാണ് പറയുന്നത്. ചതുർഭുജത്തിൻ്റെ എല്ലാ കോണുകളും കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ചതുർഭുജത്തിലെ കോണുകൾക്കൊപ്പം തന്നെ വികരണത്തിൽ അവിടെ രണ്ട് വികരണങ്ങൾ വരച്ചിട്ടുണ്ട്. ആ വികരണങ്ങൾക്കിടയിലുള്ള കോണുകളും കണ്ടുപിടിക്കണം എന്നാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചതുർഭുജം എന്ന് പറയുന്നത് ഏതാണെന്ന് നമ്മൾക്ക് തോന്നും. അതുകൊണ്ട് അവനൊരു പേരൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ആ പേരങ്ങ് കൊടുക്കുവാണ്. ABCD എന്ന് പറയുന്നതാണ് ചതുർഭുജം. ശ്രദ്ധിച്ചിരുന്നിട്ടേ വരയ്ക്കാവുള്ളൂ. പുസ്തകത്തിലുണ്ട് ചോദ്യം എഴുതിയെടുക്കുക, പിന്നീട് എഴുതിയെടുക്കുക. നിങ്ങൾ ആദ്യം ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ABCD എന്ന് പറയുന്ന അല്ലേ, ഈ ചതുർഭുജത്തിൻ്റെ 4 ശീർഷങ്ങൾ നമുക്കറിയാം. എയും ബിയും സിയും ഡിയും 4 ശീർഷങ്ങളാണ്. ഇത് 4 വൃത്തത്തിലാണെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്റർ എന്നറിയാം. സൈക്ലിക് ക്വാഡ്രിലേറ്റർ ആയതുകൊണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡുകൾ എങ്ങനെയായിരിക്കും? 180 ഡിഗ്രി. ഓപ്പോസിറ്റ് ആംഗിളുകൾ 180 ഡിഗ്രി ആയിരിക്കും. ഇത്രയും നിങ്ങൾക്കറിയാം. ശരിയല്ലേ? ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമല്ലോ. ABCD ആർ ഓൺ ദി സർക്കിൾ അല്ലേ, ആർ ദ പോയിൻറ്റ്സ് ആർ ദ വെർട്ടീസസ് ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലേറ്റർ. അതുകൊണ്ട് നമുക്കിതിനെ പറയാം, അതെല്ലാം എവിടെ കിടക്കുന്നു? അവ ലൈസ് ഓൺ ദി സർക്കിളിൽ തന്നെയാണ് കിടക്കുന്നത്. അങ്ങനെ സർക്കിളിലെ തന്നെ 3-4 ബിന്ദുക്കളെ യോജിപ്പിച്ചൊരു ക്വാഡ്രിലേറ്റർ വരച്ചിരിക്കുന്നുണ്ട്. ആ ക്വാഡ്രിലേറ്ററിനെ നമുക്ക് വിളിക്കാം സൈക്ലിക് ക്വാഡ്രിലേറ്റർ. ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്ററിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ നമ്മൾ പഠിച്ചു, അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളുകൾ സപ്ലിമെൻ്ററി ആയിരിക്കും. അതായത് അത് കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കും. ഒന്നാമത്തെ പോയിന്റ് നമ്മളിപ്പോൾ പുതിയതായിട്ട് പഠിച്ചതാണ്. ഇനി ഇതിന് മുമ്പ് നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ഇതിന് മുമ്പ് പഠിച്ചൊരു കാര്യം എന്താണ്? ഇതിന് മുമ്പ് പഠിച്ചൊരു കാര്യം, അതായത് ഒരേ സെഗ്മെൻറ്റിലെ കോണുകളല്ല, ഒരു വൃത്തം നമ്മൾ വരയ്ക്കുകയാണ്. ആ വൃത്തത്തിനെ ഞാനിപ്പോൾ ഇന്ന് തുടങ്ങിയത് തന്നെ എങ്ങനെയാണ്? ഒരു വൃത്തം വരച്ചപ്പോൾ ആ വൃത്തത്തിൻ്റെ ഏതെങ്കിലും 2 ബിന്ദുക്കളെ യോജിപ്പിച്ചുകൊണ്ട് ഒരു വര വരയ്ക്കുന്നു. അതിനെ നമ്മളൊരു കോഡെന്ന് പറയും. ആ കോഡ് ആ വൃത്തത്തിനെ 2 ഭാഗങ്ങളാക്കി മാറ്റും. അതിലെ ഒരേ സെഗ്മെൻറ്റിലുള്ള കോണുകളല്ല, ആ കോഡ് ഒരേ സെഗ്മെൻറ്റിൽ എന്തെല്ലാം ആംഗിളുകൾ ഉണ്ടാക്കുന്നു ആ ആംഗിളെല്ലാം തുല്യമായിരിക്കും. ശരിയല്ലേ? ഒരു സെഗ്മെൻറ്റിൽ ഉണ്ടാക്കുന്ന കോണുകളെല്ലാം തുല്യമായിരിക്കും. ഇത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. പിന്നെ നമ്മളൊന്ന് ഇപ്പോൾ പഠിച്ചൊരു കാര്യമുണ്ട്. ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസുകൾ 180 ഡിഗ്രിയാണ്. ഇത് രണ്ടിനെയും യോജിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ കണക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ഒന്ന് നോക്കാം. അപ്പോൾ ABCD എന്ന് നമ്മളിത് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇത്തരമൊരു ചിത്രം വരയ്ക്കണം. ആ ചിത്രം വരച്ചിട്ട് ആ ചിത്രത്തിൽ ഈ കാര്യങ്ങളൊക്കെ അടയാളപ്പെടുത്തുന്നു. എന്നിട്ട് ഞാൻ പറയുന്നത് പോലെ ഓരോന്ന് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം, തെറ്റുകൂടാതെ. ഓക്കെ, ആംഗിൾ A, ആംഗിൾ B, ആംഗിൾ C, ആംഗിൾ D, ഇത്രയും കാര്യമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഇത് മാത്രമാണോ കണ്ടുപിടിക്കേണ്ടത്? അല്ല.
ഇവയ്ക്കിടയിലുള്ള ഈ കോണുകളും കണ്ടുപിടിക്കണം. അപ്പോൾ ഈ കോണുകൾക്കൊരു പേര് കൊടുക്കേണ്ടതുള്ളത് കൊണ്ട് ഞാനിത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ പോയിൻറ്റിനെ ഞാൻ ഒ എന്ന് ഞാൻ പേര് കൊടുക്കുന്നു. അതിനെ ഒ എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് പറയാം COD കാണണം, COB കാണണം, AOB കാണണം, AOD കാണണം എന്ന് നമുക്ക് പറയാം. അങ്ങനെ നമുക്ക് 4 ഉം 4 ഉം 8 കോണുകൾ നമുക്ക് കാണണം. ഇനി 8 കോണുകൾ കണ്ടാൽ മതിയോ? പോരാ അല്ലേ? അതെ, നമുക്ക് ABCDയുടെ സൈക്കിൾ കോട്ടിലെ 4 4 8 കോണുകൾ, അത്രയും കാര്യങ്ങളാണ് കാണേണ്ടത്. പക്ഷേ അത് മാത്രം കണ്ടാൽ പോരാ. അത് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റ് ചില കോണുകൾ കൂടി നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് പോകാം. കണക്ക് മൊത്തത്തിൽ ചെയ്യാൻ സാധിക്കും എന്നെനിക്ക് തോന്നുന്നില്ല നിശ്ചിത സമയത്തിനുള്ളിൽ. എങ്കിലും ഞാൻ പറയാം, നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കുക. നമ്മളിവിടെ 2 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള ആംഗിളുകൾ 180 ഡിഗ്രിയാണ് എന്ന് നമുക്കറിയാം, ശരിയല്ലേ? അപ്പോൾ ഈ ആംഗിൾ സിയും ആംഗിൾ എയും കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടണം. അത് നിങ്ങൾ ഓർക്കുക. ആംഗിൾ ഡിയും ആംഗിൾ ബിയും കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടണം. ഇവിടെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്ന തരത്തിൽ യാതൊരു കോണുകളും കൊടുത്തിട്ടില്ല. കാരണം അതിൻ്റെ എല്ലാം പകുതിയോ കുറച്ചൊക്കെയുള്ള ഭാഗങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ആംഗിൾ ഞാൻ പറയുകയാണ്. ഒരു ആംഗിൾ കൺസിഡർ ചെയ്യാണ്. കൺസിഡർ എന്താണെന്നറിയാമോ? ഒരു കോഡ് നമ്മൾ പരിഗണിക്കുന്നു. കോഡ് BC. BC എന്ന കോഡ് നമ്മൾ പരിഗണിക്കുകയാണ്. ആരാണ് ഈ BC? ഇതേ ചിത്രത്തിലോട്ട് നോക്കിയേ. അതങ്ങോട്ടങ്ങ് പോയി. ബിയിൽ നിന്ന് ഇതാണ് BC. BC എന്ന് പറയുന്ന കോഡ് കണ്ടോ? BC എന്ന് പറയുന്ന ഈ കോഡ് കണ്ടോ? BC എന്ന് പറയുന്ന കോഡ് കണ്ടോ? ഈ കോഡിൻ്റെ എൻഡ് പോയിൻറ്റുകളാണ് ബിയും സിയും. എൻ്റെ വാക്കുകൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുകയും കണ്ണുകൾ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ വായിക്കുകയും ചെയ്യണം. അതിൻ്റെ പുറകിൽ കൊണ്ടുവരികയും ചെയ്യണം. വാക്കുകൾക്ക് പുറകെ കണ്ണ് വരണം. അപ്പോൾ ഇതിൻ്റെ B എന്ന് പറയുന്നതും C എന്ന് പറയുന്നതും ആ കോഡിൻ്റെ എൻഡ് പോയിൻറ്റുകളാണ്, ശരിയല്ലേ? ഈ എൻഡ് പോയിൻറ്റുകൾ വൃത്തത്തിലെ മറ്റൊരു ബിന്ദുവായിട്ടുള്ള ഡിയുമായി ചേർന്നിട്ട് ഒരു ആംഗിൾ ഉണ്ടാക്കുന്നു. കണ്ടോ? ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാക്കുന്നു. ആ ആംഗിളാണ് 50 ഡിഗ്രി എന്ന് പറയുന്നത്. മനസ്സിലായി കാണുമല്ലോ? ഇത്രയും ഇതവിടെ കിടപ്പുണ്ട് അല്ലേ? ഈ കോഡ് വൃത്തത്തിലെ ഡി എന്ന് പറയുന്ന ബിന്ദുവുമായിട്ട് ചേർത്തിട്ട്, പോയിൻറ്റുമായി ചേർത്തിട്ട് അവിടെ ഒരു കോൺ ഉണ്ടാക്കുന്നു. ആ ആംഗിളാണ് 50 ഡിഗ്രി എന്ന് പറയുന്നത്. അതേ കോഡ് തന്നെ അതിൻ്റെ എൻഡ് പോയിൻറ്റുകൾ, അതേ കോഡാണ്, അതിൻ്റെ എൻഡ് പോയിൻറ്റുകൾ കണ്ടോ? എവിടെ? എയുമായി ചേർത്തിട്ട് ഒരു കോൺ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 എണ്ണം കണ്ടു. ഒരു സെഗ്മെൻറ്റ്, ഒരു വൃത്തം എത്ര സെഗ്മെൻറ്റുകളായി ഈ കോഡ്, അതായത് BC എന്ന് പറയുന്ന കോഡ് 2 സെഗ്മെൻറ്റുകളായിട്ട് ഇതിനെ മാറ്റി. ഇത് 1, ഇത് 2 സെഗ്മെൻറ്റുകളായിട്ട് ഈ വൃത്തത്തെ മാറ്റി. അതിലൊരു വലിയ സെഗ്മെൻറ്റാണ് നമ്മൾ എടുത്തു. ആ സെഗ്മെൻറ്റിലെ എന്ത് ചെയ്തു? ഈ കോഡിൻ്റെ എൻഡ് പോയിൻറ്റുകൾ 2 എന്ത് ചെയ്തു? ആംഗിളുകൾ ഉണ്ടാക്കി. ഈ ആംഗിളുകളുടെ പ്രത്യേകത എത്രയാണെന്ന് ആർക്ക് പറയാം? ഒരു വൃത്തം വരയ്ക്കുന്നു, ഒരു സെഗ്മെൻറ്റ് എടുക്കുന്നു അല്ലേ? അത് 2 ഭാഗങ്ങളായിട്ട് മാറ്റുന്നു. അപ്പോൾ ഈ സെഗ്മെൻറ്റിൽ ഉണ്ടാക്കുന്ന എല്ലാ കോണുകളും, ഇതിൻ്റെ എല്ലാ കോണുകളും, ഇങ്ങനെ വരുന്ന എല്ലാ കോണുകളും തുല്യമായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ആംഗിളും എല്ലാം തുല്യമായിരിക്കും. ഇതാണ് നമ്മൾ പഠിച്ചത്, നമ്മൾ ഇത്രയും സമയം പറഞ്ഞുകൊണ്ടിരുന്നത്, ശരിയല്ലേ? അപ്പോൾ അത് ഇങ്ങോട്ട് മാറ്റി നോക്കൂ. BC എന്ന് പറയുമ്പോൾ ആ BCയുടെ 2. അപ്പോൾ ഇതെത്ര ആയിരിക്കും? ഇത് 50 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആയോ? ഇത് 50 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും 50 ഡിഗ്രി ആയി. ഓക്കെ. ഇപ്പോൾ നമ്മളിനി അടുത്തത് എടുക്കാൻ പോവാണ്. ഇതേണ്ടേ, ഇവിടെ കൺസിഡർ ചെയ്യുന്ന ആരാണ്? അപ്പോൾ നമുക്ക് പറയാം ആംഗിൾ, നമ്മളിതങ്ങ് എഴുതണം അല്ലേ? ആംഗിൾ ആരുടെയൊക്കെ കാര്യം നമ്മൾ പറയുന്നത്? ആംഗിൾ BDC ഈസ് ഈക്വൽ ടു ആംഗിൾ ആര്? BA പറ C. ദെൻ എന്ത് സംഭവിച്ചു? അതിൻ്റെ പ്രത്യേകത ദീസ് ആർ ഈക്വൽ, ദാറ്റ് ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി. ഓക്കെ, ഇങ്ങനെ നമ്മൾ എഴുതി കഴിഞ്ഞു. ഇത് 2 തുല്യമാണ്. എന്താണ് കാരണം? ആംഗിൾ ഇൻ സെയിം സെഗ്മെൻറ്റ്. നമ്മളതിന് കാരണം പറയുന്നതാണ് ആംഗിൾസ് ഇൻ സെയിം സെഗ്മെൻറ്റ്. ഒരേ വൃത്തഖണ്ഡത്തിലെ കോണുകൾ. ഇതാണ് അതിന് കാരണം. ഓക്കെ, ഇനി നമ്മൾ ആംഗിൾ CD ആണ് നമ്മൾ പരിഗണിക്കുന്നത്. ആംഗിൾ CD നമ്മൾ പരിഗണിച്ചാൽ
സിയുടെയും ഡിയും, ഇനി നിങ്ങൾ എളുപ്പത്തിൽ പറയുന്നുണ്ട്, സിയും ഡിയും കൂടെ ബിയുമായിട്ട് യോജിപ്പിച്ചിട്ട് ഒരു വര വരയ്ക്കുന്നു. സിയും ഡിയും കൂടെ ബിയുമായി യോജിപ്പിച്ചിട്ട് ഒരു വര വരയ്ക്കുന്നു. അപ്പോൾ അത് എത്ര അവിടെ വരുന്ന വര ആംഗിൾ 45 ഡിഗ്രി, 45 ഡിഗ്രി വരുന്നു. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇതെത്ര വരുന്നു? 45 ഡിഗ്രി വരുന്നു. അതേ നോക്കൂ, അതേ കോഡ് തന്നെ അതിൻ്റെ എൻഡ് പോയിൻറ്റുകൾ എന്ത് ചെയ്തു നോക്കൂ, വൃത്തത്തിലെ മറ്റൊരു പോയിൻ്റായ എയുമായി ചേർത്തിട്ട് കോണുണ്ടാക്കുന്നു. അപ്പോൾ ഇത് 2 കോണുകൾ ഇവിടെ ഉണ്ടെന്നു അല്ലേ? ഒരേ സെഗ്മെൻറ്റിലെ 2 കോണുകൾ. ഒന്ന് ഇത് തുല്യമാണെങ്കിൽ ഇതും തുല്യമായിരിക്കണം. ശരിയല്ലേ? ശരിയാണോ? അങ്ങനെയാണെങ്കിൽ ഇതെത്രയാണ്? ഇത് 45 ഡിഗ്രി ആണെങ്കിൽ ഇതും 45 ഡിഗ്രിയാണ്. ഇതെത്രയാണെന്ന് നമുക്ക് നേരത്തെ കിട്ടി? 50 ഡിഗ്രി ആയിരുന്നു. ശരിയല്ലേ? അപ്പോൾ നമുക്കതൊന്ന് എഴുതി വെക്കാം. എങ്ങനെ എഴുതുന്നത് മനസ്സിലായ മക്കളെ? ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക്. അപ്പോൾ ഇതെങ്ങനെ എഴുതും? നമ്മളൊന്നും എഴുതിയില്ലല്ലോ, നമ്മളിത് എഴുതണ്ടേ? എനിക്കൊരു കോൾ വന്നുകൊണ്ട് അങ്ങോട്ട് പോയി. ഇതൊന്ന് എഴുതുന്നത് എങ്ങനെയാണ്? ആംഗിൾ CBD ഈസ് ഈക്വൽ ടു ആംഗിൾ CAD ഈസ് ഈക്വൽ ടു എത്ര ഡിഗ്രി? 45 ഡിഗ്രി. കാരണം നേരത്തെ പറഞ്ഞ ഇതേ കാരണം തന്നെ. ശരിയല്ലേ? ഇനി നമുക്ക് പറയാം ആംഗിൾ A പ്ലസ് ആംഗിൾ C എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ്. എന്തായിരിക്കും കാര്യം എന്ന് പറയാമോ? ആംഗിൾ എയും ആംഗിൾ സിയും, കാരണം സൈക്ലിക് കോട്ടിലാറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളാണ്. അപ്പോൾ ആംഗിൾസ് ഇന്നെ സൈക്ലിക് ഓപ്പോസിറ്റ് ആംഗിൾസ് ഇന്നെ സൈക്ലിക് കോട്ടിലാറ്റർ. അപ്പോൾ നമുക്ക് പറയാം ഓപ്പോസിറ്റ് ആംഗിൾസ് ഇന്നെ സൈക്ലിക് കോട്ടിലേറ്റർ എന്ന് പറയാൻ എന്താണ്? ചക്രീയ ചതുർഭുജത്തിൻ്റെ എതിർകോണുകൾ. അതുകൊണ്ടാണ് അതങ്ങനെ വന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് ആംഗിൾ A പ്ലസ് ആംഗിൾ C എന്ന് പറഞ്ഞാൽ 150 കിട്ടും. ആംഗിൾ A എന്ന് പറഞ്ഞാൽ എത്ര? 45 ഡിഗ്രി പ്ലസ് 50 ഡിഗ്രി. ഇത് രണ്ടും കൂടെ ചേരുന്ന ആംഗിൾ A പ്ലസ് ആംഗിൾ C എന്ന് പറഞ്ഞാൽ അവിടെ ആരുണ്ട്? 30 ഡിഗ്രി പ്ലസ് അവിടെ ഒരു ചെറിയ ആംഗിൾ ഉണ്ട്. ആരാണ്? അതിൻ്റെ പേര് ACB. ആംഗിൾ ACB എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ആയിരിക്കും. ശരിയല്ലേ? അപ്പോൾ ഇത് മൂന്നും കൂടെ കൂട്ടി നോക്കിയാൽ എത്ര കിട്ടും? ഇത് മൂന്നും കൂടെ എത്ര കിട്ടുന്നേ? അറിയത്തില്ലയോ? ഇനി ഞാൻ കൂട്ടി പറയണോ? എത്രയാണ് കിട്ടുന്നത്? 45, 50, 30. ഇത് ഇത്രയും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 5, 5, 3, 8, 8, 4, 12. എത്ര കിട്ടും? 125. ശരിയല്ലേ? അല്ലെങ്കിൽ മനക്കണക്കാട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം തന്നെ ഉള്ളത്. അപ്പോൾ 125 ഡിഗ്രി പ്ലസ് ആംഗിൾ ACB ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി നമുക്ക് പറയാം. ശരിയല്ലേ? 125 ഡിഗ്രി പ്ലസ് ആംഗിൾ ആര് വരുന്നു? ACB അല്ലേ? നമ്മളിവിടെ ACB ആംഗിൾ, ഈ ആംഗിളോട് കൂട്ടുമ്പോൾ 180 വരണം. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ACB എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 180 നിന്ന് 125 കുറയ്ക്കണം. അപ്പോൾ എത്ര കിട്ടും? ഇവിടെ 5, 7 നിന്ന് 2 പോയാൽ എത്ര കിട്ടും? 7 നിന്ന് 2 പോയാൽ എത്ര? 5, 55 ഡിഗ്രിന്ന് കിട്ടും. അപ്പോൾ ഈ കോൺ എത്ര കിട്ടി? 55 ഡിഗ്രി കിട്ടി. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ എത്രയൊക്കെ ഉണ്ടായിരുന്നു? ഇവിടെ 45 ഡിഗ്രിയും ഇവിടെ 50 ഡിഗ്രി ആയിരുന്നു. അപ്പോൾ നമുക്ക് ആംഗിൾ A ഈസ് ഈക്വൽ ടു എത്ര നമുക്ക് എഴുതാം? ആംഗിൾ A ഈസ് ഈക്വൽ ടു 95 ഡിഗ്രി. ആംഗിൾ C ഈസ് ഈക്വൽ ടു 30ഉം 55ഉം 85 ഡിഗ്രി. കണ്ട, 2 എണ്ണം കണ്ടുപിടിച്ചു. ഇതുപോലെ ബാക്കി 2 കണ്ടുപിടിക്കാമല്ലോ. ബാക്കി 2 കോണുകളും നമുക്ക് കണ്ടുപിടിക്കാം. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സുകാർ ജോയിൻ ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കി ഭാഗങ്ങൾ നിങ്ങൾ കൃത്യമായിട്ടും ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ കണക്ക് കണ്ടിന്യൂ ചെയ്ത് നമുക്ക് മുൻപോട്ട് പോകാം. നിങ്ങൾ ചെയ്ത ഉത്തരം ശരിയാണോ എന്ന് നമുക്കവിടെ പരിശോധിക്കാം. അപ്പോൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നിങ്ങൾ അതിൻ്റെ കൂടി ഉത്തരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക.